നമുക്ക് തുടങ്ങാം അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ എന്തായിരുന്നു ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്? കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക്ക എന്ന് പറയുന്നത് എപ്പോഴാന്ന് പറഞ്ഞു അല്ലെ? എപ്പോഴാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക്ക എന്ന് പറയുന്നത്? രാഹുൽ പറഞ്ഞേ. ഡിഫറൻഷ്യബിൾ ആവുമ്പോൾ. ഓക്കെ. A function is said to be analytic if it is differentiable അല്ലെ? It is differentiable. ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ കോഷി-റീമാൻ ഇക്വേഷൻ എന്തായിരുന്നു? കോഷി-റീമാൻ ഇക്വേഷൻ. കോഷി-റീമാൻ ഇക്വേഷനും ഒരു അനലിറ്റിക് ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? പറഞ്ഞോ രാഹുൽ. ux ഈക്വൽ ടു vy യും പിന്നെ uy ഈക്വൽ ടു മൈനസ് vx ഉം. ഓക്കെ. അത് യുവും വിയും, അതായത് എഫ് ഓഫ് സെഡിലെ യുവും വിയും, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ux is equal to vy ആൻഡ് uy equal to minus vy എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം അല്ലെ? അപ്പൊ കോഷി-റീമാൻ ഇക്വേഷനും ഒരു അനലിറ്റിക് ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താ? കോഷി-റീമാൻ ഇക്വേഷനും ഒരു അനലിറ്റിക് ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ മറ്റേ 1/u. അതല്ല. കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ എന്ത് പറയും? ഒരു ഫംഗ്ഷൻ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? ഡിഫറൻഷ്യബിൾ അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. അതായത് നമുക്കൊരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻഷ്യബിൾ ആണോ നോക്കേണ്ട കാര്യമില്ല. അതിൽ യുവും വിയും ഈ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അതല്ലേ പറഞ്ഞത്? അതല്ലേ ഇന്നലെ നമ്മൾ ചെയ്തത്? ഓക്കെ. ദെൻ പോളാർ ഫോമിൽ അല്ലെ? ഒരു പോളാർ ഫോമിൽ എങ്ങനെയാ z is equal to പോളാർ ഫോമിൽ എങ്ങനെയാ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ഒരു കോംപ്ലക്സ് വേരിയബിളിനെ നമ്മൾ എങ്ങനെയാ പോളാർ ഫോമിൽ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? r e raised to i theta. ഓക്കെ ഓക്കെ. r e raised to i theta എന്ന് പറയും. ഓക്കെ. അപ്പൊ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് യു ഓഫ് ആർ തീറ്റ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ആർ തീറ്റ അല്ലെ? റിയൽ ഫംഗ്ഷനും ഉണ്ടാകും, ഇമാജിനറി ഫംഗ്ഷനും ഉണ്ടാകും അല്ലെ? ഇമാജിനറി പാർട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാകും, റിയൽ പാർട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാകും എഫ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ. അതിൽ യു ഓഫ് ആർ തീറ്റ എന്ന് പറയുന്നത് റിയൽ പാർട്ടിലുള്ള ആറിന്റെയും തീറ്റന്റെയും ഫംഗ്ഷൻ ആയിരിക്കും. വി ഓഫ് ആർ തീറ്റ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടിലുള്ള ആറിന്റെയും തീറ്റയുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ? അപ്പൊ ഒരു പോളാർ ഫോമിലുള്ള ഒരു കോഷി-റീമാൻ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? പോളാർ ഫോമിൽ കോഷി-റീമാൻ ഇക്വേഷൻ എന്തായിരുന്നു? രാഹുൽ തന്നെ പറഞ്ഞോ. പോളാർ ഫോമിൽ യു ആർ ഈക്വൽ ടു 1/r v തീറ്റ 1/r v തീറ്റ ആൻഡ് മറ്റേത് വി ആർ ഈക്വൽ ടു 1/r മൈനസ് 1/r u തീറ്റ. ഓക്കെ. അപ്പൊ അതും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാപ്ലേസ് ഇക്വേഷൻ എന്താന്നുള്ളത്. അപ്പൊ ലാപ്ലേസ് ഇക്വേഷൻ എന്താന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് ലാപ്ലേസ് ഇക്വേഷൻ എന്താന്നുള്ളത് നോക്കാം. ഒരു ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെൽറ്റ സ്ക്വയർ യു ഇസ് ഈക്വൽ ടു യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഡെൽറ്റ സ്ക്വയർ യു ഈക്വൽ ടു 0. ഡെൽറ്റ സ്ക്വയർ യു എന്ന് പറയുന്നത് എന്താ? യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ആ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് പറയാം? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ. യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആയിരിക്കണം. യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു എക്സിന്റെയും വൈന്റെയും ഒരു ഫംഗ്ഷൻ, ഒരു റിയൽ ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യു എക്സ് എക്സ് പ്ലസ് ഡോ സ്ക്വയർ യു ബൈ
ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യു വൈ വൈ വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ലാപ്ലേസ് ഇക്വേഷൻ എന്താന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഡെൽ സ്ക്വയർ യു എന്ന് പറയുന്നത്. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ എന്ന് പറയുന്നതിനാണ് ഡെൽ സ്ക്വയർ യു എന്ന് പറയുന്നത്. അത് ഈക്വൽ ടു 0 കിട്ടിയിരിക്കണം. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലേക്കാണ് കിടക്കുന്നത്. ഹാർമണിക് ഫംഗ്ഷൻ. A function u of two variables x and y is said to be harmonic if it has continuous second order partial derivatives and satisfies Laplace equation. ഒരു u എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ എക്സിന്റെയും വൈന്റെയും ടേമിലുള്ള ഒരു u എന്ന് പറയുന്ന ഒരു റിയൽ ഫംഗ്ഷൻ ഹാർമണിക് ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ അതിന് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം. ആ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ലാപ്ലേസ് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. അപ്പൊ യു ഒരു ഹാർമണിക് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ആ യു എന്ന് പറയുന്നത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യുവിനെ എന്ത് പറയാം? ഹാർമണിക് ഫംഗ്ഷൻ ആയിട്ട് പറയാം. ഒരു ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? ഹാർമണിക് ഫംഗ്ഷൻ എന്ന് പറയും. ഒരു ഫംഗ്ഷൻ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്നും പറയും. ഒരു ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഹാർമണിക് ഫംഗ്ഷൻ എന്നും പറയാം. മാറിപ്പോവരുത്. ഒരു ഫംഗ്ഷൻ CR ഇക്വേഷൻ, അതായത് കോഷി റീമാൻ ഇക്വേഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്നും പറയും. ഒരു ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, അതായത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യുവിനെ നമുക്ക് എന്ത് പറയാം? ഹാർമണിക് ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. യു എന്ന് പറയുന്ന ഫംഗ്ഷൻ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, അത് യു എക്സ് ഇക്വൽ ടു വി എ വൈയും യു വൈ വൈ ഇക്വൽ ടു മൈനസ് വി എക്സും കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. അതേസമയം യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0, അതായത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയും? ഹാർമണിക് ഫംഗ്ഷൻ എന്നും പറയും. മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, അതായത് യു ഹാർമണിക് ആവണമെങ്കിൽ എന്ത് പറയണം? യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 കിട്ടണം. അതായത് യു എക്സ് എക്സ് എന്ന് പറയുന്നത് അതിന് വേറെ രീതിയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 കിട്ടണം. ഓക്കെ അല്ലേ? അപ്പൊ ഹാർമണിക് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 കിട്ടിയാൽ മതി. ഒരു ഫംഗ്ഷൻ ഹാർമണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? Yes, miss. Okay. Verify whether the functions are harmonic or not. താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഹാർമണിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻ. ഓക്കെ, ഇത് ഹാർമണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യു എക്സ് എക്സും കാണണം, യു വൈ വൈയും കിട്ടണം. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ എന്ത് പറയും? ഹാർമണിക് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് നമ്മൾ യു എക്സ് കാണാം. യു എക്സ് എക്സ് കാണണമെങ്കിൽ ആദ്യം ഫസ്റ്റ് യു എക്സ് കാണണം അല്ലെ? ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. യു എക്സ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ്. എന്താ? ആ യു എന്ന് പറയുന്ന ഫംഗ്ഷനെ എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണാന്ന് പറഞ്ഞാൽ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം അല്ലെ? അപ്പൊ എക്സ് സ്ക്വയറിന്റെത് 2x മൈനസ് വൈ സ്ക്വയറിന്റെത് 0. അപ്പൊ 2x ആണ് യു എക്സ് എന്ന് പറയുന്നത് കിട്ടുക. ഓക്കെ, യു എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. ഇനി നമുക്ക് യു എക്സ് എക്സ് ആണ് വേണ്ടത്. അപ്പൊ യു എക്സിന് ഒന്നും കൂടെ ഡെറിവേറ്റീവ് കാണാം. യു എക്സ് എക്സ് എന്ന് പറയുന്നത് 2x ഡെറിവേറ്റീവ് 2. ദെൻ യു വൈ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന യുവിനെ വൈ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണാം. എന്ത് വരും? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 വരും അല്ലെ? വൈ വെച്ചിട്ടാണ് ഡെറിവേറ്റീവ് കാണുന്നത്, അതുകൊണ്ട് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 വരും. മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y, അപ്പൊ മൈനസ് 2y. യു വൈ ഈക്വൽ ടു മൈനസ് 2y കിട്ടി. ദെൻ യു വൈ വൈ എന്ന് പറയുന്നത് യു വൈനെ വീണ്ടും ഡെറിവേറ്റീവ് കാണാം. യു വൈനെ വൈ വെച്ചിട്ട് വീണ്ടും ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 2y ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -2. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്താ ഇത് ഹാർമണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യു എക്സ് എക്സും യു വൈ വൈയും കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. ഓക്കെ, അപ്പൊ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ എന്ന് പറയുന്നത് യു എക്സ് എക്സിന്റെ വാല്യൂ 2 ആണ്, പ്ലസ് യു വൈ വൈയുടെ വാല്യൂ -2 ആണ്. അപ്പൊ 2 - 2 ഈക്വൽ ടു 0 കിട്ടി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന യു എന്ന് പറയുന്ന ഇക്വേഷൻ, യു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ യു എന്ന് പറയുന്നത് എന്താ?
ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആന്ന് പറയാം. ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ UXX പ്ലസ് UYY ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഒന്നുമില്ല, തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ UXXും കാണുക UYYയും കാണുക, രണ്ടും കൂടെ ആഡ് ചെയ്ത് 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ ഹാർമോണിക് എന്ന് പറയും. 0 അല്ല, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഹാർമോണിക് അല്ല എന്നും പറയും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. U ഈക്വൽ ടു e⁻x ഇൻറ്റു സൈൻ 2y. ഈ U എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഹാർമോണിക് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് UXX പ്ലസ് UYY ഈക്വൽ ടു 0 കിട്ടണം. അപ്പൊ ആദ്യം UXX കാണണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കാണുന്നത് UX കാണുക. അതിന് U എന്ന് പറയുന്ന തന്നിരിക്കുന്ന ഫംഗ്ഷനെ X വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുക. ഓക്കെ, അപ്പം e⁻x ഇൻറ്റു സൈൻ 2y സൈൻ 2y എന്ന് പറയുന്നത് വൈയുടെ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ UX എന്ന് എടുക്കുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് U വിത്ത് റെസ്പെക്ട് ടു X എന്ന് പറയുന്നത് e⁻x ഇൻറ്റു സൈൻ 2y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. അപ്പൊ e⁻x ഇൻറ്റു സൈൻ 2y. e⁻xന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e⁻x തന്നെ. സൈൻ 2y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇൻറ്റു സൈൻ 2y. ഇനി അതിന്റെ വീണ്ടും അതിന്റെ ഡെറിവേറ്റീവ് കാണും UXX അല്ലെ. UXX എന്ന് പറയുന്നത് UXനെ വീണ്ടും ഡെറിവേറ്റീവ് കാണുമ്പോൾ അതും e⁻x ഇൻറ്റു സൈൻ 2y തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിനെ വീണ്ടും ചെയ്യുമ്പോൾ e⁻xന്റേത് e⁻x തന്നെ. സൈൻ 2y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇൻറ്റു സൈൻ 2y. ഓക്കെ അല്ലേ? UXX കിട്ടി. ഇനി UY കാണണം അല്ലെ. UY എന്ന് പറയുന്നത് തന്നിരിക്കുന്ന യുവിനെ y വെച്ചിട്ട് ഡെറിവേറ്റീവ് വേണം. അപ്പൊ e⁻x എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെ. e⁻x കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. e⁻x ഇൻറ്റു സൈൻ 2yയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? കോസ് 2y ഇൻറ്റു 2 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2 e⁻x കോസ് 2y എന്ന് എഴുതാം. UY അല്ല നമുക്ക് വേണ്ടത്, UYY ആണ് വേണ്ടത് അല്ലെ. അതിന്റെ വീണ്ടും ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. UYനെ വീണ്ടും ഒന്നും കൂടെ ഡെറിവേറ്റീവ് കാണാം. UYY ഈക്വൽ ടു ഇപ്പൊ കിട്ടിയ 2 e⁻x കോസ് 2yനെ വീണ്ടും ഡെറിവേറ്റീവ് കാണുമ്പോൾ 2 കോൺസ്റ്റന്റ് ആണ്, e⁻xും കോൺസ്റ്റന്റ് ആണ്. y വെച്ചിട്ട് കാണുമ്പോൾ e⁻xും കോൺസ്റ്റന്റ് ആണ്. ഇനി കോസ് 2yനെ നമുക്ക് ഡെറിവേറ്റീവ് കാണാം അല്ലെ വിത്ത് റെസ്പെക്ട് ടു y വിച്ച് ഇസ് ഈക്വൽ ഇൻറ്റു മൈനസ് സൈൻ 2y ഇൻറ്റു 2. എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു, അത് നമുക്ക് ഓർഡറിലേക്ക് എഴുതുമ്പോൾ മൈനസ് 4 e⁻x സൈൻ 2y. അപ്പൊ UXX എന്ന് പറയുന്നത് e⁻ സൈൻ 2yയും UYY എന്ന് പറയുന്നത് മൈനസ് 4 e⁻x സൈൻ 2y. അപ്പൊ UXX പ്ലസ് UYY എന്ന് പറയുന്നത് എന്താ? e⁻x സൈൻ 2y പ്ലസ് മൈനസ് 4 e⁻x സൈൻ 2y. അതൊരിക്കലും എന്ത് ചെയ്ത് ആഡ് ചെയ്താൽ എന്ത് കിട്ടാൻ പോകുന്നില്ല? 0 ആകാൻ പോകുന്നില്ല. ഒരിക്കലും ആഡ് ചെയ്താൽ 0 കിട്ടുമോ? അത് രണ്ടും ആഡ് ചെയ്താൽ 0 ആണ് കിട്ടുക? അല്ല, കിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുക. UXX പ്ലസ് UYY ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 കിട്ടും. ദാറ്റ് മീൻസ് U ഈസ് നോട്ട് ഹാർമോണിക്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന e⁻x ഇൻറ്റു സൈൻ 2y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹാർമോണിക് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഇനി 2-3 ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോട്ട് എഴുതിയെടുക്കുമ്പോൾ ഈ ഹോംവർക്ക് ചെയ്യാട്ടോ. ചെക്ക് വെദർ ദ ഫംഗ്ഷൻസ് ആർ ഹാർമോണിക് ഓർ നോട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് U(xy) ഈക്വൽ ടു x³ മൈനസ് 3xy². ആൻഡ് സെക്കൻഡ് വൺ U(xy) ഈക്വൽ ടു x² പ്ലസ് y². ആൻഡ് തേർഡ് വൺ U(xy) ഈക്വൽ ടു x ഇൻറ്റു y. ഇത്രയും ഫംഗ്ഷൻസ് ഹാർമോണിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? ഫസ്റ്റ് UXX കാണുക, UYY കാണുക, രണ്ടും കൂടെ ആഡ് ചെയ്ത് 0 കിട്ടുകയാണെങ്കിൽ ഹാർമോണിക് എന്ന് പറയാം. 0 അല്ല, നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ നോട്ട് ഹാർമോണിക് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ചെയ്യണം കേട്ടോ, ഹോംവർക്ക് ആയിണേ. ദെൻ അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാർമോണിക് കോൺജുഗേറ്റ് ഫംഗ്ഷൻ ആണ്. ഹാർമോണിക് കോൺജുഗേറ്റ്. അപ്പം F ഇസ് ഈക്വൽ ടു F ഓഫ് Z നമ്മൾ സാധാരണയായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? U പ്ലസ് IV അല്ലെ. U പ്ലസ് IV ആയിട്ടാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യാറ്. അതിൽ U എന്ന് പറയുന്നത് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? V ആയിരിക്കും. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഒരു F എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ
യു എന്ന് പറയുന്നത് അതിന്റെ റിയൽ പാർട്ട് ആയിരിക്കും, വി എന്ന് പറയുന്നത് അതിന്റെ ഇമാജിനറി പാർട്ട് ആയിരിക്കും. അപ്പൊ യു എന്ന് പറയുന്നത് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ യുടെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? വി ആയിരിക്കും. അത്രയാണ് ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നും കൂടി. ഹാർമോണിക് കോൺജുഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്തല്ലോ. എങ്ങനെയാ ഹാർമോണിക് ഫംഗ്ഷൻ കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി ഒരു ഫംഗ്ഷന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഫംഗ്ഷന്റെ ഒരു ഹാർമോണിക് ഫംഗ്ഷന്റെ അതിന്റെ കോൺജുഗേറ്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പം അത് പറയുന്നത് എഫ് ഓഫ് സെഡിനെ നമ്മൾ സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുക യു പ്ലസ് ഐ വി ആയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് എഫ് ഓഫ് സെഡിനെ റെപ്രസെന്റ് ചെയ്യുക. യു എന്ന് പറയുന്നത് റിയൽ പാർട്ടും വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടും ആയിരിക്കും, അല്ലെ? അപ്പൊ പറയുന്നത് യു ഒരു ഹാർമോണിക്, അതിന്റെ റിയൽ പാർട്ട് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഹാർമോണിക് ഫംഗ്ഷൻ, ഈ യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? വി ആയിരിക്കും. ഓക്കെ ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ നോക്കാം. If two harmonic functions u and v satisfies Cauchy-Riemann equations, അതായത് ux is equal to vy and uy equal to minus vx, then they are the real and imaginary part of an analytic function. അല്ലെ? യുവും വിയും ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണ്. അത് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെ? യുവും വി ഒരു ഫംഗ്ഷൻ, അത് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതൊരു എഫിന്റെ റിയൽ പാർട്ടായിട്ടും ഇമാജിനറി പാർട്ടായിട്ടും അതിനെ എഴുതാം, അല്ലെ? യു എന്ന് പറയുന്നത് അതിന്റെ എഫിന്റെ റിയൽ പാർട്ട് ആയിരിക്കും, ബി എന്ന് പറയുന്നത് അതിന്റെ ഇമാജിനറി പാർട്ട് ആയിരിക്കും. ദെൻ അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ, അതായത് യുവും ബിയും ഹാർമണിക് ആണ്, കൂടാതെ ഈ എഫ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷനും ആണ്. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് അതിന്റെ എഫിന്റെ റിയൽ പാർട്ട് ആയിരിക്കും, ബി എന്ന് പറയുന്നത് എഫിന്റെ ഇമാജിനറി പാർട്ട് ആയിരിക്കും, അല്ലെ? യു പ്ലസ് ഐ വി എന്നല്ലേ നമ്മൾ എഫിനെ റെപ്രസെന്റ് ചെയ്യുക. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, അല്ലെ? യു എന്ന് പറയുന്നത് റിയൽ പാർട്ട് ആയിരിക്കും, ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ആയിരിക്കും. അതിൽ യുവും ബിയും ഹാർമണിക് ആണെങ്കിൽ പോരാത്തതിന് അത് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതർത്ഥം എന്താ? എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന്, അല്ലെ? അങ്ങനെയാണെങ്കിൽ യുവിന്റെ ഹാർമണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് വി ആയിരിക്കും. അത്രേ ഉള്ളൂ. ദെൻ വി ഈസ് കോൾഡ് ദി ഹാർമണിക് കോൺജുഗേറ്റ് ഫംഗ്ഷൻ ഓഫ് യു. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാന് കുറച്ച് ലെങ്തി സ്റ്റെപ്സ് ആണ്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെയാണ് ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവുക, ഡെഫിനേഷൻ എന്താന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തരും, അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പൊ നമുക്ക് ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത് കേട്ടോ. വെരിഫൈ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ ഈസ് ഹാർമോണിക് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ ആൻഡ് ഫൈൻഡ് ദി ഹാർമോണിക് കോൺജുഗേറ്റ് വി ഓഫ് യു. അപ്പൊ എന്താ കാണേണ്ടത്? ഫസ്റ്റ് നമ്മൾ യു എന്ന് പറയുന്നത് ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെ? വെരിഫൈ യു ഈസ് ഹാർമോണിക്, യു ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് അത് പോരാത്തതിന് ഫൈൻഡ് ദി ഹാർമോണിക് കോൺജുഗേറ്റ് വി ഓഫ് യു. യു ഹാർമോണിക് ആണെന്ന് ആദ്യം ചെക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം? യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുകയും വേണം. ഹാർമോണിക് കോൺജുഗേറ്റ് ആയ വി കണ്ടുപിടിക്കുകയും വേണം. യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയ വി കണ്ടുപിടിക്കുകയും വേണം. ഓക്കെ, ഇത്രയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് യു ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. യു ഹാർമോണിക് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാ? പറഞ്ഞേ. അസഫ് ഇല്ലേ? അസഫ്, യു ഹാർമോണിക് ആണോന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യാ? യു ഹാർമോണിക് ഫംഗ്ഷൻ ആണോന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യാ? എങ്ങനെയാ? ഹാർമോണിക് ആണ്, ഹാർമോണിക്, അനലിറ്റിക് അല്ല, ഹാർമോണിക് ഫംഗ്ഷൻ ആണോന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യാ? അതെ, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു പറഞ്ഞോ, ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് യുവിനെ ഹാർമോണിക് എന്ന് പറയണം.
അല്ലെ? ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് യു ഹാർമണിക് ആണെന്ന് ചെക്ക് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്യുക അല്ലെ? അപ്പൊ ഫസ്റ്റ് യു തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ ആണ് യു. അതിന്റെ യു എക്സ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷനെ എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുക. എന്ത് വരും? 2x അല്ലെ? വൈയുടെ എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പൊ യു എക്സ് എന്ന് പറയുന്നത് 2x വരും. യു എക്സ് എക്സ് അഗൈൻ ചെയ്യുമ്പോൾ യു എക്സിനെ വീണ്ടും ചെയ്യുമ്പോൾ യു എക്സ് എക്സ് വരും. അത് ഈക്വൽ ടു 2. യു എക്സ് എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യു വൈ ആണ്. നമുക്ക് തന്നിരിക്കുന്ന യുവിനെ വൈ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണാം. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 കിട്ടി. മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2y മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് 1. ഓക്കെ, യു വൈ എന്ന് പറയുന്നത് മൈനസ് 2y മൈനസ് 1 കിട്ടി. നമുക്ക് യു വൈ വൈ ആണ് വേണ്ടത് അല്ലെ? ഇപ്പൊ കിട്ടിയിരിക്കുന്ന യു വൈനെ വീണ്ടും ഡെറിവേറ്റീവ് കാണാം, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്ത് വരും? യു വൈ വൈ എന്ന് പറയുന്നത് ആ യു വൈ ഈക്വൽ ടു മൈനസ് 2y മൈനസ് 1നെ വീണ്ടും ഡെറിവേറ്റീവ് കാണാം അല്ലെ? മൈനസ് 2yയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 2 മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 0. അപ്പം യു വൈ വൈ ഈക്വൽ ടു മൈനസ് 2 കിട്ടി. അപ്പൊ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ അതിനർത്ഥം എന്താ? നമുക്ക് തന്നിരിക്കുന്ന യു എന്ന് പറയുന്നത് ഹാർമണിക് ആന്ന് കിട്ടി. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടിയത്? ഈക്വൽ ടു 0 വന്നു. അതുകൊണ്ട് യു ഈസ് എ ഹാർമണിക് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് യു ഹാർമണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അത് ഓക്കെ ആയി, യു ഹാർമണിക് ആന്ന് പറഞ്ഞു. ദെൻ ഇനി ഉള്ളതാണ് ഇമ്പോർട്ടന്റ്, ഫൈൻഡ് ദി ഹാർമണിക് കോൺജുഗേറ്റ് വി ഓഫ് യു. ഇനി നമുക്ക് ഈ യു എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഹാർമണിക് കോൺജുഗേറ്റ് അതായത് വി കണ്ടുപിടിക്കണം. ഈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് തന്നിട്ടുള്ളൂ, അതിൽ നിന്ന് നമ്മൾ വി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ഹാർമണിക് ഫംഗ്ഷൻ ആവുമ്പോൾ അതെന്ത് ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന് ഹാർമണിക് കോൺജുഗേറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫംഗ്ഷന്റെ ആ ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആയിരിക്കും അല്ലെ? ഫസ്റ്റ് യു എന്ന് പറയുന്നത് റിയൽ പാർട്ടും ആയിരിക്കും, വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടും ആയിരിക്കും. ആ എഫ് എന്ന് പറയുന്ന അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ടായിട്ടും ഇമാജിനറി പാർട്ടായിട്ടും അതിനെ എഴുതാൻ കഴിയുന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലെ? ഒരു ഫംഗ്ഷനിൽ ഹാർമണിക് കോൺജുഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കും. പോരാത്തതിന് അതിന്റെ യു എന്ന് പറയുന്നത് അതിന്റെ റിയൽ പാർട്ടും വി എന്ന് പറയുന്നത് അതിന്റെ ഇമാജിനറി പാർട്ടും ആയിരിക്കും അല്ലെ? ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് CR ഇക്വേഷൻ വെച്ചിട്ട് എന്ത് പറയാം? CR ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണെന്ന് നമുക്കറിയാം അല്ലെ? നമുക്കിപ്പോ ഒരു ഇത് മാത്രമേ ഉള്ളൂ, യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ വി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത്ര മാത്രമെങ്കിലും ഓർക്കുക, യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ അടുത്ത് ഉള്ളത്. ഇത് വെച്ചിട്ട് അതിന്റെ വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് അതിന്റെ ഹാർമണിക് കോൺജുഗേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് വി. യു വെച്ചിട്ട് വി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയുന്നത് കാര്യം എന്ന് വെച്ചാല് ബൈ CR ഇക്വേഷൻ, ബൈ കോഷി റീമാൻ ഇക്വേഷൻ, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണ്. യു എക്സ് വി വൈനോട് ഈക്വൽ ആണ്, അത് നമുക്കറിയാം ആണല്ലോ. അത്ര അറിയില്ലേ അല്ലെ? യുവിനെ വിയുമായിട്ട് കമ്പയർ അല്ലെ? യുവിനെ വിയിലേക്ക് എത്തിക്കണമെങ്കിൽ യുവും വിയും ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കണം അല്ലെ? അപ്പൊ യുവിന്റെ ഹാർമണിക് കോൺജുഗേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഒരു ഹാർമണിക് കോൺജുഗേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ എഫ് എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ആയിരിക്കും യു എന്നും വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു എഫ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ആണെങ്കിൽ ആ യുവും ബിയും എന്ത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ യുവും ബിയും എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നു നമുക്കറിയാം. ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ യുവും ബിയും CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു നമുക്കറിയാം. അതായത് CR ഇക്വേഷൻ പറയുന്നത് എന്താ? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണെന്നാ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് അല്ലെ? അപ്പൊ യു നമുക്കറിയാം, അപ്പൊ യു എക്സും വി വൈയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് യു എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, യു എക്സും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? യു എക്സ് ഇസ് ഈക്വൽ ടു 2x ആണ് നമുക്ക് കണ്ടുവച്ചിട്ടുണ്ട്. യു എക്സ് ഇസ് ഈക്വൽ ടു 2x നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ യു എക്സ് ഇസ് ഈക്വൽ ടു 2x. അപ്പം യു എക്സ് 2x ആണെങ്കിൽ വി വൈയും എന്തായിരിക്കും? 2x ആയിരിക്കൂലേ അല്ലേ? അതെ, അതായത് യു എക്സ് ഇസ് ഈക്വൽ, അതായത് യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മാത്രമേ നമ്മളെ അടുത്തുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ വിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ യുവിനെ പെട്ടെന്ന് വിയിലേക്ക് എത്തിക്കണമെങ്കിൽ യുവും വിയും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ നോക്കണം. അപ്പൊ നമുക്കൊരു CR റിലേഷൻ ഉണ്ട് അല്ലെ? അതായത് CR ഇക്വേഷൻ ഉണ്ട്, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. അപ്പം യു എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 2x ആണെന്നുള്ളത്.
അപ്പൊ യു എക്സും വി വൈയും ഈക്വൽ ആണെങ്കിൽ വി വൈയുടെ വാല്യൂ എന്താ തന്നെയായിരിക്കും? 2x ഈക്വൽ ആയിരിക്കും. അപ്പൊ വി വൈ കിട്ടിയിട്ടുണ്ട്. വി വൈ ഈക്വൽ ടു 2x നമുക്ക് കിട്ടി. ഈ വി വൈയിൽ നിന്ന് നമ്മൾക്ക് വിയിലേക്ക് എത്തുകയാണ് വേണ്ടത്. വി വൈയിൽ നിന്നും വിയിലേക്ക് എത്തുക. നമുക്ക് വി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു എന്ന് പറയുന്നത് വി അല്ലേ? വിയിലേക്ക് എത്തുക. ഇവിടെ വിനെ വൈ വെച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ടത് ഈക്വൽ ടു 2x ആണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നും വിയിലേക്ക് എത്തണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഒന്നും കൂടെ പറയണോ? നമ്മൾ എന്താ ചെയ്യുന്നെന്നുള്ളൊരു ഐഡിയ ഉണ്ടോ? ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ യു എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ വിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ വി വൈ ഈക്വൽ ടു 2x നമുക്ക് ഇപ്പൊ കിട്ടി. ആ ഇക്വേഷന് 1 ഞാൻ ഡിനോട്ട് ചെയ്തു. ഓക്കെ. വി വൈ 2x ആണെങ്കിൽ അതിനെ വിയിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? വി വൈ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് 2x എന്നുള്ളത്. അത് വി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ? നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ. വൈ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. വി വൈ ആണ് അവിടെ ഉള്ളത്. അതിന് വിയിലേക്ക് എത്തണമെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ. വൈ വെച്ചിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനെയാണോ കാണാൻ ഈസി? ഓക്കെ. എന്നാ പിന്നെ ഇങ്ങനെ ചെയ്യാട്ടോ. മറന്നുപോയി. ഓക്കെ. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ത് വരും? രണ്ട് സൈഡും വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി വൈ എന്നുള്ളത് ലെഫ്റ്റ് സൈഡ് വി ആവും അല്ലെ? വി ഈക്വൽ ടു ഇന്റഗ്രൽ, രണ്ട് സൈഡിലും ഇന്റഗ്രേഷൻ സൈൻ വരും. അപ്പൊ ഇന്റഗ്രൽ 2x dy അല്ലെ? വി വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വി ആയി, റൈറ്റ് സൈഡിൽ ഇന്റഗ്രേഷൻ സൈൻ കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ 2x dy എന്ത് വരും? വിച്ച് ഇംപ്ലൈസ് വി ഈക്വൽ ടു 2x-നെ y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ 2x എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. 2 കോൺസ്റ്റന്റ് ആണ്, x കോൺസ്റ്റന്റ് ആണ്. 2x ഇൻറ്റു ഡിവൈന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അപ്പൊ അല്ലെ 2x dy എന്ന് പറയുന്നത് 2x കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താ? ആ വേരിയബിൾ വരും അല്ലെ? 2xy എന്ന് വരും. പ്ലസ് ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും. അതിന് എന്തായിട്ട് എടുക്കുക? h ഓഫ് x ആയിട്ട് എടുത്തു. എന്തുകൊണ്ട് അവിടെ h ഓഫ് x എന്ന് എടുത്തത്? പ്ലസ് c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് എടുക്കാതെ ഞാൻ എന്തുകൊണ്ട് ആ കോൺസ്റ്റന്റിനെ h ഓഫ് x എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമുക്ക് സാധാരണയായിട്ട് ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പ്ലസ് സി ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇടുന്നത്. അവിടെ എന്തുകൊണ്ട് ഞാൻ ഫംഗ്ഷൻ ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൊട്ടേഷൻ കൊടുക്കാം. ഏതോ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ്, സം ഫംഗ്ഷൻ ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. എന്തുകൊണ്ട്? പ്ലസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് എടുക്കുന്നതിന് പകരം എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് എടുത്തു. എന്തുകൊണ്ടാ? ഇത് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ വേവിന്റെ ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാ പറഞ്ഞോ? ആരാ? ശ്രീരാഗ് പറഞ്ഞേ. ശ്രീരാഗ് പറഞ്ഞേ. ശ്രീരാഗ് ഇല്ലേ? ഓക്കെ. അസഫ് തന്നെ പറഞ്ഞു. അസഫ് തന്നെ പറഞ്ഞു. അസഫ് എന്തുകൊണ്ട് ഞാൻ ആ പ്ലസ് കോൺസ്റ്റന്റിനെ, ആ പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് അല്ലെ, ഇന്റഗ്രൽ കോൺസ്റ്റന്റ് വരും, ആ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ ഞാൻ എന്തുകൊണ്ട് എച്ച് ഓഫ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു? എന്തുകൊണ്ടാ? ഹലോ, എന്തുകൊണ്ടാ പറഞ്ഞോ? ഓർമ്മയില്ല. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാറിപ്പോവരുത്. എന്തുകൊണ്ടാ? വി എന്ന് പറയുന്നത് എക്സിന്റെയും വൈന്റെയും ഫംഗ്ഷനാ അല്ലെ? വി എന്ന് പറയുന്ന ഒരു റിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സും വൈയും ഉള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. വിയും യു ഒക്കെ എക്സിന്റെയും വൈന്റെയും ഫംഗ്ഷൻസ് ആയിരിക്കും. അതിലിപ്പം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത് വൈ വെച്ചിട്ട് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്തത്. അതിനർത്ഥം വൈ വെച്ച് മാത്രം ഒരു വി എന്ന് പറയുന്ന എക്സും വൈ ഉള്ള ഒരു ഫംഗ്ഷനെ വൈ വെച്ച് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തിന്റെ കോൺസ്റ്റന്റ് ആയിരിക്കണം? എച്ച് ഓഫ് എക്സ്, സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കണം അല്ലെ? ഒരു ഏതെങ്കിലും ഒരു എക്സിന്റെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 അല്ലേ വരുള്ളൂ അല്ലേ? ആ കോൺസ്റ്റന്റിനെ അല്ലെ, ഇപ്പൊ നമുക്ക് വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈ സ്ക്വയർ എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടല്ലേ കൺസിഡർ ചെയ്യാറുള്ളൂ അല്ലേ? അതെ. അപ്പൊ ഇവിടെ വിന്നില് എക്സും വൈയും ഉണ്ട്. ഇപ്പൊ നമ്മൾ വൈ വെച്ചിട്ട് മാത്രമാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ കിട്ടുന്ന കോൺസ്റ്റന്റിന് നമുക്ക് എച്ച് ഓഫ് എക്സ്, സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാം
വിയില് എക്സും വൈയും ഉണ്ട്. അപ്പൊ വൈ വെച്ചിട്ട് മാത്രം കാണുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന കോൺസ്റ്റന്റിനെ നമുക്ക് എന്ത് എഴുതാം, എക്സ് വേറെ ഏത് വേരിയബിൾ വെച്ചിട്ടാണോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാത്ത വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം ആ കോൺസ്റ്റന്റിനെ. അതാണ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേവ് ഇക്വേഷനിലും ഹീറ്റ് ഇക്വേഷനിലൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. പ്ലസ് സി എന്ന് പറഞ്ഞ് എഴുതരുത്. ഓക്കെ, ദെൻ ഓൾസോ ബൈ, അപ്പൊ വി ഈക്വൽ ടു 2xy പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട് അല്ലെ. നമുക്ക് ഹാർമോണിക് കോൺജുഗേറ്റ് ശരിക്കും കിട്ടി. നമുക്ക് വി ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വി എന്ന് പറയുന്നത് 2xy പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടി. പക്ഷെ ആ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതോ ഒരു ആർബിട്രറി ഫംഗ്ഷൻ, അത് സ്പെസിഫിക് ആയിട്ട് ഏത് ഫംഗ്ഷൻ ആണ്, എക്സ് ആണോ വൈ ആണോ എക്സ് പ്ലസ് വൈ ആണോ, അങ്ങനെ ഏതോ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് ഏതാന്ന് കണ്ടുപിടിക്കുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വി ഈക്വൽ ടു 2xy പ്ലസ് എച്ച് ഓഫ് എക്സ് അത് കിട്ടി. അതാണ് നമ്മുടെ ഹാർമോണിക് കോൺജുഗേറ്റ് വി എന്ന് പറയുന്നത്. അതായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അതിൽ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാന്ന് ശരിക്കും നമുക്ക് അറിയില്ല. ആ എച്ച് ഓഫ് എക്സ് ശരിക്കും ഏത് ഫംഗ്ഷൻ ആണെന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് ആ എച്ച് ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അപ്പം ഇനി എച്ച് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു റിലേഷനും കൂടി ഉണ്ട്, സി ആർ ഇക്വേഷന്റെ ഒരു റിലേഷനും കൂടി ഉണ്ട്. ഏതാ? യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് പറഞ്ഞ ഒരു റിലേഷനും കൂടി ഉണ്ട് അല്ലെ. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈയും ആയിരിക്കണം, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആയിരിക്കണം. അപ്പൊ സെക്കൻഡ് റിലേഷൻ ഉണ്ട്, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നുള്ളതിന് വി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു വൈ എന്ന് എഴുതാലോ. യു എക്സ് ഇസ് ഈക്വൽ ടു യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണെങ്കിൽ ആ സൈൻ എനിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൂടെ? വി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2y എന്ന് എഴുതാലോ, മൈനസ് യു വൈ എന്ന് എഴുതാലോ, എഴുതിക്കൂടെ? യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് എഴുതുന്നതിന് പകരം വി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു വൈ എന്ന് എഴുതാലോ. ഓക്കെ, അപ്പം വി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു വൈ എന്നറിയാം. അപ്പൊ മൈനസ് യു വൈ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ മൈനസ് ഓഫ് യു വൈ ഇതാ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. യു വൈ എന്ന് പറയുന്നത് മൈനസ് 2y മൈനസ് 1 ആണ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് യു വൈക്ക് മൈനസ്, പിന്നെ യു വൈയുടെ വാല്യൂ മൈനസ് 2y മൈനസ് 1 അത് വരും. ദാറ്റ് ഈസ് വി എക്സ് ഇസ് ഈക്വൽ ടു, ആ മൈനസ് ഉള്ളിലേക്ക് കയറി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2y പ്ലസ് 1 എന്ന് കിട്ടി. വി എക്സ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് 1. അപ്പൊ ഇവിടെ വി എക്സ് ഉണ്ട്, അത് നോക്കി. ഇപ്പൊ തേർഡ് ഇക്വേഷൻ കിട്ടി, വി എക്സ് എന്ന് പറഞ്ഞൊരു തേർഡ് ഇക്വേഷൻ കിട്ടി. നമുക്ക് നേരത്തെ ഒരു വി എന്ന് പറയുന്നതും കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇക്വേഷൻ നോക്ക്, സെക്കൻഡ് ഇക്വേഷനിൽ വിയും കിട്ടിയിട്ടുണ്ട്, തേർഡ് ഇക്വേഷനിൽ വി എക്സും കിട്ടിയിട്ടുണ്ട്. ആ സെക്കൻഡ് ഇക്വേഷന് എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ അത് എന്തായി മാറും? വി എക്സ് ആവൂലേ? സെക്കൻഡ് ഇക്വേഷനെ എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ, അതായത് വി എക്സ് ആവൂലേ? സെക്കൻഡ് ഇക്വേഷനെ എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ വി എക്സ് അല്ലേ? അല്ലേ? കിട്ടൂലേ? സെക്കൻഡ് ഇക്വേഷനെ എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് സംഭവിക്കും? സെക്കൻഡ് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് സെക്കൻഡ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. സെക്കൻഡ് ഇക്വേഷനാണ് ഞാൻ എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുന്നത്. എന്ത് വരും? ലെഫ്റ്റ് സൈഡില് വി എക്സ് വരും. എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുന്ന പറഞ്ഞാൽ വി എക്സ് ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ വരുന്നത് എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണുമ്പോൾ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, 2 കോൺസ്റ്റന്റ്. 2y ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1, 2y പ്ലസ് എച്ച് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എച്ച് ഡാഷ് ഓഫ് എക്സ്, എച്ച് ഡാഷ് ഓഫ് എക്സ്. ഇപ്പൊ നിങ്ങൾ നോക്ക് 3ഉം 4ഉം ഒന്ന് നോക്കിയേ. 3 നോക്ക്, വി എക്സ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് 1ഉം ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് വി എക്സ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് എച്ച് ഡാഷ് ഓഫ് എക്സ്. അതിനർത്ഥം എന്താ? 3ഉം 4ഉം കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? നോക്ക്, ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആ, വി എക്സ് ഈക്വൽ ടു വി എക്സ് അല്ലെ. റൈറ്റ് സൈഡിൽ നോക്ക്, 2y പ്ലസ് 1 ഈക്വൽ ടു 2y പ്ലസ് 1 ഉണ്ട്. ഇവിടുത്തെ റൈറ്റ് സൈഡിൽ 2y പ്ലസ് എച്ച് ഡാഷ് ഓഫ് എക്സും ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3ഉം 4ഉം കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആന്ന് പറഞ്ഞൂടെ? 3ഉം 4ഉം കമ്പയർ ചെയ്താൽ എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൂടെ? യെസ്, ഓക്കെ അല്ലത്? എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1 കിട്ടിയത് ഓക്കെ അല്ലേ? അതായത് 3ഉം 4ഉം ഒരേ ഇക്വേഷൻ ആണ്, വി എക്സ് ആണ്. വി എക്സ് ഈക്വൽ ടു 2y പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 2y പ്ലസ് എച്ച് ഡാഷ് ഓഫ് എക്സ് എന്നാ അല്ലെ. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2y പ്ലസ് എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് 1 എന്ന് പറയാം. 3ഉം 4ഉം കമ്പയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ 2y പ്ലസ് എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് 1 എഴുതാം. അതിനർത്ഥം എന്താ? എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലെ.
ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2y ഉണ്ട്. 2y പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു എച്ച് ഡാഷ് ഓഫ് എക്സ് ആണ്. അപ്പൊ എച്ച് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഈക്വൽ ആയിരിക്കണം. ആ രണ്ട് ഇക്വേഷനും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ അർത്ഥം? അല്ലേ? അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നോക്കിക്കോ. 2 + x is equal to 2 + x is equal to 2 + 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 2 + x is equal to 2 + 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതേ കേസ് തന്നെ ഇവിടെ വരുന്നത്. 2y + h dash of x is equal to 2y + 1 ആണെങ്കിൽ h dash of x എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ h dash of x കിട്ടി. നമുക്ക് ദാ ഇവിടെ ഈ സെക്കൻഡ് ഇക്വേഷൻ നോക്കിയേ, v = 2xy + h of x ആ. അതിൽ നമുക്ക് v കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ h of x ആണ് നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് h dash of x 1 ആന്ന് കിട്ടി. h dash of x 1 ആണെങ്കിൽ ആ h കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? h dash of x നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ, x വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. എക്സിന്റെ ഫംഗ്ഷൻ ആണ് h dash of x എന്ന് പറയുന്നത്. അതിന് ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്താൽ അത് h ആയി മാറും അല്ലെ. അപ്പൊ ആ h dash of x is equal to 1 എന്ന് പറയുന്ന ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x എന്ത് വരും? ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് h of x വരും. റൈറ്റ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? x വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. 1 എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x പ്ലസ് അവിടെ ഒരു ഇന്റഗ്രൽ കോൺസ്റ്റന്റ് c വരും. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ c എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് സാധാരണ c എന്ന് പറഞ്ഞ എടുത്തത്? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എടുത്തത്. h of x h of y എടുത്തില്ല. എന്തുകൊണ്ടാ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ h of x എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. h of x എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ ഒരു ഫംഗ്ഷൻ, അതിൽ x മാത്രമേ ഉള്ളൂ, y ഒന്നും ഇല്ല. എക്സിന്റെ മാത്രം ഫംഗ്ഷനാ. എക്സിന്റെ ഒരു വേരിയബിൾ മാത്രമുള്ള ഫംഗ്ഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റന്റ് സാധാരണ c എന്ന് എഴുതിയാൽ മതി. നേരത്തെ കേസിൽ യും വിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ v എന്ന് പറയുന്നത് എക്സിന്റെയും വൈന്റെയും ഫംഗ്ഷനെ നമുക്കറിയാം. അപ്പൊ അതിൽ ഒന്നിനെ വെച്ച് മാത്രം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഇന്റഗ്രൽ കോൺസ്റ്റന്റിനെ മറ്റേ ഫംഗ്ഷന്റെ കോൺസ്റ്റന്റ് ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതണം. മറ്റേ വേരിയബിളിന്റെ, അതായത് y വെച്ചിട്ടാണ് u എന്ന് പറയുന്നത് എക്സിന്റെയും വൈന്റെയും ഫംഗ്ഷൻ ആണെങ്കിൽ യുവിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, യുവിന്റെ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന കോൺസ്റ്റന്റിനെ എക്സ് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം മറ്റേ വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയിട്ട് അടുത്ത ഇന്റഗ്രൽ കോൺസ്റ്റന്റിനെ എഴുതണം. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് h of x എന്ന് പറയുന്നത് എക്സിന്റെ മാത്രം ഫംഗ്ഷൻ, അതിൽ വേറെ വേരിയബിൾ ഇല്ല. അപ്പൊ എക്സ് വെച്ചിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റന്റിനെ പ്ലസ് c എന്ന് മാത്രം എഴുതിയാൽ മതി. അതാണ് അവിടെയും ഇവിടെയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ ആണോ? h of x is equal to x plus c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കിട്ടി. ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ആണ് പ്ലസ് c. ഇപ്പൊ h of x കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ ഇതാ സെക്കൻഡ് ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. v എന്ന് പറയുന്നത് 2xy plus h of x ആണ്. അപ്പൊ h of x പകരം ഇപ്പൊ കിട്ടി എന്ത് കൊടുക്കാം? x plus c കൊടുക്കാം. അപ്പൊ v equal to എന്ത് കിട്ടി? 2xy plus x plus c എന്ന് കിട്ടി. അപ്പൊ v എന്ന് പറയുന്ന ഹാർമോണിക് കോൺജുഗേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ദിസ് ഈസ് ദി ഹാർമോണിക് കോൺജുഗേറ്റ് ഫംഗ്ഷൻ ഓഫ് u. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ട് നമുക്ക് അതിൽ വിയിലേക്ക് എത്തിക്കുക, അത്രേ ഉള്ളൂ. യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് CR ഇക്വേഷൻ ഫസ്റ്റ്, നമ്മൾ CR ഇക്വേഷന്റെ ഫസ്റ്റ് റിലേഷൻ വെച്ചിട്ട് നമുക്ക് അതിനെ വിയിലേക്ക് എത്തിക്കും. വിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ h of x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാവും. പിന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ CR ഇക്വേഷന്റെ സെക്കൻഡ് റിലേഷൻ എടുക്കുക. അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു h of x എന്ന് പറയുന്ന ഫംഗ്ഷനും കണ്ടുപിടിച്ച് നമ്മൾ v എന്താണെന്നുള്ളത് എഴുതി. അതായിരിക്കും നമ്മുടെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് കിട്ടി, വി എന്ന് പറയുന്ന ഹാർമോണിക് കോൺജുഗേറ്റ് കിട്ടി. പക്ഷെ അവിടെ h of x എന്ന് പറയുന്നത് ഏതോ ഒരു ആർബിട്രറി ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഏതാന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കിട്ടി കണ്ട, x plus c ആണ് നമുക്ക് h of x എന്നുള്ളത് കിട്ടി. സ്പെസിഫിക് ആയിട്ടൊരു ഫംഗ്ഷൻ ആണ്, എക്സിനോട് ഏതൊരു കോൺസ്റ്റന്റ് കൂട്ടിയതാണ് h of x എന്ന് പറയുന്നത്. ഇപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ളത് കിട്ടി. അതുപോലെ സ്പെസിഫിക് ചിലപ്പോൾ sin x cos x അങ്ങനെ ഏത് ഫംഗ്ഷൻ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് പിന്നീടുള്ള പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അല്ലടോ, പറയൂ. ഓക്കെ ആണോ? ഹാർമോണിക് കോൺജുഗേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ മസ്റ്റ് ആയിട്ടും വരും. ഈ ഒരു മൊഡ്യൂളിൽ ഹാർമോണിക് കോൺജുഗേറ്റ് എന്നുള്ളത് മസ്റ്റ് ആയിട്ടും വരുന്നതാണ്. ഫസ്റ്റ് പാർട്ടിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ,
ടൈം ആയെന്ന് തോന്നുന്നു അല്ലെ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. ഒന്ന് ട്രൈ ചെയ്യാട്ടോ ഈ ഒരു പ്രോബ്ലം. ഫൈൻഡ് ദി ഹാർമോണിക് കോൺജുഗേറ്റ് വി ഓഫ് യു ഈക്വൽ ടു, അതായത് ഹാർമോണിക് കോൺജുഗേറ്റ് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഫംഗ്ഷന്റെ? യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2xy മൈനസ് 2x പ്ലസ് 3y. ഈ യു എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് നമ്മൾ ഇപ്പൊ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഇതാക്കി തരാം, ഒന്ന് നോക്കി വെക്ക്. ഇത് ഇപ്പൊ പറയാൻ സമയമില്ല.